students, environmental awareness in the second module, second topic, that is value of biodiversity. Definition and estimation of the value of biodiversity is not easy. The value of biodiversity is classified into two types. First one, direct value and indirect value. അതായത് ബയോഡൈവേഴ്സിറ്റിയുടെ എന്താണെന്നുള്ള കാര്യം അറിയാം. വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ബയോഡൈവേഴ്സിറ്റിയുടെ മൂല്യം കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഈ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഫസ്റ്റ് വൺ, direct value of biodiversity. It again divided into two types, that is consumptive use value and productive use value. The first one, consumptive use value ആണ്. Consumptive use value എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the value placed on nature's product that are consumed directly without passing through a market. Some of them are firefood, food and game meat etc. അതായത് നമ്മൾ മാർക്കറ്റിലൊന്നും പോകാതെ തന്നെ പ്രകൃതിയുടെ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന മെത്തേഡിനെ പറയുന്നതാണ് കൺസെപ്റ്റീവ് യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നത്. അതായത് മാർക്കറ്റിലൊന്നും പോകുന്നില്ല, നേരെ പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയുടെ പ്രൊഡക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് കൺസെപ്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയാം ഫുഡ്, ഫയർ ഫുഡ്, മീറ്റ് എക്സെട്ര. അതുപോലെ തന്നെ വെൻ ഡയറക്റ്റ് കൺസംഷൻ റിക്വയർസ് റിക്രിയേഷൻ as in sport fishing and game viewing, the consumptive value is the whole recreational experience. അതായത് ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും കിളികളുടെ ഒച്ച കേൾക്കാൻ പോകുന്നു, അതൊക്കെ ഈ കൺസംപ്റ്റീവ് യൂസ് വാല്യൂവിൽ ഉൾപ്പെടുന്നതാണ്. ഹൈ കൺസംപ്റ്റീവ് യൂസ് വാല്യൂസ് ഓൺ റിസോഴ്സസ് മേ ലീഡ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ്. പക്ഷെ നമ്മൾ ഒത്തിരി പ്രകൃതി ഇതുപോലെ ഡയറക്റ്റായിട്ട് ഒത്തിരി ചൂഷണം ചെയ്താൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്നും. ഫസ്റ്റ് വൺ ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. സെക്കൻഡ് വൺ, ലോസ് ഓഫ് ട്രഡീഷണൽ കൺട്രോൾസ് ഓൺ ഹണ്ടിങ്. തേർഡ് വൺ, ലോസ് ഓഫ് വൈൽഡ് ലൈഫ് പോപ്പുലേഷൻസ് അറ്റ് പ്രൊഡക്റ്റീവ് ലെവൽസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്യജീവികളെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വനസമ്പത്ത് വളരെയധികം ചൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു കാരണമാണ്. കൺസംപ്റ്റീവ് വാല്യൂ നശിക്കാൻ ഒരു കാര്യമാണ്. സെക്കൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹണ്ടിങ്, വേട്ടയാടലിനൊക്കെ ഒരു പരമ്പരാഗത രീതിയുണ്ട്. ആ പരമ്പരാഗത രീതിയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ഹണ്ടിങ് ഒക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻസ്, അതായത് വന്യമൃഗങ്ങളും ആയിക്കോട്ടെ, അവിടുത്തെ സസ്യങ്ങൾ മരങ്ങളൊക്കെ ആയിക്കോട്ടെ, അവയെല്ലാം വളരെയധികം അവയ്ക്കെല്ലാം വളരെ നാശനഷ്ടങ്ങൾ ഈ കൺസംപ്റ്റീവ് യൂസ് വാല്യൂവിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മൂലം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, കൺസംപ്റ്റീവ് യൂസ് വാല്യൂ ബെനിഫിറ്റ്സ് ദ കമ്മ്യൂണിറ്റീസ് ക്ലോസസ്റ്റ് ടു ദ റിസോഴ്സ് ഇഫ് ഹാർവസ്റ്റഡ് സസ്റ്റൈൻലി ആൻഡ് മാനേജ്ഡ് എഫക്റ്റീവ്ലി. പക്ഷേ ഇതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ ആ റിസോഴ്സിൽ, വനത്തിലുള്ള വനസമ്പത്തിൻ്റെ ഉറവിടത്തെ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് ഒത്തിരി അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്. അപ്പോൾ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു, അതിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളും പറഞ്ഞു, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്നൊരു ബെനിഫിറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് വാല്യൂവിന് നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ. പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ റെഫേഴ്സ് ടു പ്രൊഡക്ട്സ് ദാറ്റ് ആർ കൊമേഴ്സ്യലി ഹാർവസ്റ്റഡ്, ദാറ്റ് ഈസ് സോൾഡ് ഇൻ മാർക്കറ്റ്. ചന്തയിൽ കൊണ്ടുപോയി, അതായത് മാർക്കറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അവയെ പറയുന്നതാണ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ. പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ റെഫേഴ്സ് ടു പ്രൊഡക്ട്സ് ദാറ്റ് ആർ കൊമേഴ്സ്യലി ഹാർവസ്റ്റഡ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് വ്യാവസായികമായി മേടിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറയുന്നതാണ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ദ പ്രൊഡക്ഷൻ എൻഡ് റാദർ ദാൻ റീറ്റെയിൽ എൻഡ് ബൈ ആഡിങ് ആൻഡ് ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് ടു ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് വനത്തിലെ സമ്പത്ത് ഫിനിഷ് ചെയ്ത ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. ആ കൊണ്ടുപോയി വിൽക്കുന്ന സാധനത്തെ നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അതാണ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ്സ് വാല്യൂ ഈസ് ഓഫൺ ദ ഓൺലി വാല്യൂ ഓഫ് ബയോളജിക്കൽ റിസോഴ്സ് റിഫ്ലക്റ്റഡ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ട്സ് ആൻഡ് മേ ഹാവ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ദ നാഷണൽ എക്കോണമി. വനത്തിൽ നിന്ന് കിട്ടിയ ഒരു സോഴ്സിനെ ഫിനിഷ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി
പ്ലേസ് ചെയ്തു, അതിനെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു. അതുമൂലം നാഷണൽ ലെവലിലും ദേശീയ തലത്തിലും അതൊരു എക്കോണമിക്കൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. എക്കോണമിക്കൽ പ്രോഗ്രസ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ടൈംബർ, ഫിഷ്, ഹണി, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, മഷ്റൂംസ്, ഫ്രൂട്ട്സ്, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ഗെയിം മീറ്റ് സോൾഡ് ഇൻ എ മാർക്കറ്റ് ഹാവ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ. അതായത് കഴുക്കോൽ, വീട് പണിയുന്നിടത്തേക്ക് ഉപയോഗിക്കുന്ന കഴുക്കോൽ, മത്സ്യങ്ങൾ, തേൻ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കൂണുകൾ, പഴങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ ഉപയോഗിച്ചാണ് നമ്മൾ അവയെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് രാജ്യത്തിനും ഒരു എക്കണോമിക്കൽ പ്രോഗ്രസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മാർക്കറ്റിലും ഒരു എക്കണോമിക് പ്രോസസ്സ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ സെക്കൻഡ് വണ്ണാണ് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇൻഡയറക്റ്റ് വാല്യൂസ് പ്രൊവൈഡ് economic benefits without being harvested and do not appear in GDP. However, they are crucial to other natural products which influence the GDP. Indirect values provide economic benefits without being harvested and do not appear in GDP. GDP എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. GDP means ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത പ്രദേശത്ത് ഉണ്ടാകുന്ന വിപണി മൂല്യത്തെ പറയുന്നതാണ് GDP. ആ GDPയിൽ ഉൾപ്പെടുത്താത്ത കുറേ ബെനിഫിറ്റ്സ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ടാകും. ആ എക്കണോമിക് ബെനിഫിറ്റ്സിനെ പറയുന്നതാണ് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോസസ്സിന് വേണ്ട അത്യാവശ്യ ഘടകമാണ്. പക്ഷേ ആ ഗ്രോസ് എക്കണോമിക് പീരീഡിൽ പെടാതെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റിനെ, എക്കണോമിക് ബെനിഫിറ്റിനെ പറയുന്നതാണ് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വിപണി മൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ ഉൾപ്പെടാതെ അല്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ്സിനെയാണ് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. However, they are crucial to other natural products which influence the GDP. Next point, these values involve functions performed by biodiversity which are not of any use. Example, ecological processes. അതായത് എക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പ്രോസസ്സിനെ പറയുന്നതാണ് എക്കോളജിക്കൽ പ്രോസസ്സസ്. അപ്പോൾ ഈ എക്കോളജിക്കൽ പ്രോസസ്സ് വഴി കിട്ടുന്ന വാല്യൂസിനെയും നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതായത് എക്കോളജിക്കൽ പ്രോസസ്സാണ് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എക്സാമ്പിൾ, എക്കോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുടെ ഇൻട്രാക്ഷൻ, ആ പ്രോസസ്സിനെ പറയുന്നതാണ് എക്കോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഈ എക്കോളജിക്കൽ പ്രോസസ്സ് വഴി കിട്ടുന്ന ഫങ്ഷൻസിനെയും നമുക്ക് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ്, ഡയറക്റ്റ് വാല്യൂസ് ആർ ഓഫൺ ഡിറൈവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് വാല്യൂസ് ബിക്കോസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ സപ്പോർട്ടഡ് ബൈ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദെയർ എൻവിറോൺമെൻറ്റ്സ്. നമ്മൾ മുമ്പ് പഠിച്ച ഡയറക്റ്റ് വാല്യൂസ് എല്ലാം ഈ ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് തിരിച്ചെടുക്കുന്നത്, ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇനി many classes of plants and animal species are consumed by tribal and non-tribal communities. Example, ecological functions, flood and storm protection, waste assassination, microclimatic functions and nutrient function, photosynthesis, carbon stores, soil production, etc. Then indirect value of biodiversity is of following 4 types. First one, non-consumptive use value. Second one, optional value. Third one, existence or ethical value. And fourth one, information value. അതായത് ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ. നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ മീൻസ് ദിസ് ഇൻഡയറക്റ്റ് വാല്യൂ ഡീൽസ് വിത്ത് നേച്ചേഴ്സ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ്. ഇറ്റ് ഇൻക്ലൂഡ് photosynthesis of plants which provide support system for other species by maintaining water cycle, regulating climate, production and protection of the soil, absorption and breakdown of pollutants, recreational or aesthetic, socio-cultural, scientific, educational, spiritual and historic values of natural environments.
നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഡയറക്റ്റ് വാല്യൂയിൽ വരുന്നതാണ് ഈ നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ സേവനങ്ങളെയും അതിൻ്റെ ധർമ്മങ്ങളെയും പറ്റിയാണ് പറയുന്നത്. അതായത് ഈ പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തസിസ് വഴി, പ്ലാന്റ് സസ്യങ്ങളുടെ ഫോട്ടോസിന്തസിസ് വഴി അവ മറ്റുള്ള സ്പീഷീസിന് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് വാട്ടർ സൈക്കിളിനെ റെഗുലറായി കൺട്രോൾ ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ കാലാവസ്ഥയെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ മണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വഴിയാകാം, അല്ലെങ്കിൽ മാലിന്യങ്ങളെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാലിന്യങ്ങളെ മുഴുവൻ വലിച്ചെടുത്ത് നശിപ്പിക്കുകയോ അങ്ങനെയുമാകാം. അതുമല്ലെങ്കിൽ അഭിരുചിക്കനുസരിച്ച് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ കൊടുത്തുകൊണ്ടാകാം, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ സാമൂഹ്യമായി, കലാപരമായി, സയൻറ്റിഫിക്കായി, അതുപോലെ തന്നെ എഡ്യൂക്കേഷണലായി, ആത്മീയമായി, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് വാല്യൂസും കൊടുത്തുകൊണ്ടാകാം. ഇങ്ങനെ കൊടുക്കുന്ന സംഭവങ്ങളെ പറയുന്നതാണ് നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ. അതായത് പ്രകൃതിയുടെ ധർമ്മങ്ങളെയും സേവനങ്ങളെയും പറ്റി പറയുന്നതിനെയാണ് നോൺ കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ്. സസ്യങ്ങളുടെ ഫോട്ടോസിന്തസിസ് വഴി അവ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ സേവനം ചെയ്യുന്നത്? വാട്ടർ സൈക്കിൾ റെഗുലേറ്റ് ചെയ്തു, ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്തു, മാലിന്യങ്ങളെ നശിപ്പിച്ചു, അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ടും എഡ്യൂക്കേഷണലായിട്ടും ഒത്തിരി വാല്യൂസ് പ്രൊവൈഡ് ചെയ്തൊക്കെയാണ് ഈ ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ് ഈ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിക്രിയേഷൻ വാല്യൂ ഈസ് ഇമ്പോർട്ടൻറ്റ് വിത്ത് റിഗാർഡ് ടു ടൂറിസം and help the national GDP. Second one, optional value. Optional value means potential of biodiversity that is currently known and need to be explored. That is, this refers to the idea that there may be several existing species that may prove to be important in future and their usefulness need to be studied with reference to a specific problem currently plaguing the society. അതായത് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ വാല്യൂസ് ഈ പ്രകൃതിക്ക് തരാൻ പറ്റും, ബയോഡൈവേഴ്സിറ്റിക്ക് തരാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് പറയുന്നതാണ് ഓപ്ഷണൽ വാല്യൂ. ഓപ്ഷണൽ വാല്യൂ റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി ദാറ്റ് ഈസ് കറൻ്റ്ലി നോട്ട് ആൻഡ് നീഡ് ടു ബി എക്സ്പ്ലോർഡ്. അതായത് നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം, അത് പക്ഷേ ഗുണം ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഫ്യൂച്ചറിലായിരിക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വാല്യൂസിനെ, മൂല്യങ്ങളെ എടുത്തു വച്ചിരിക്കുന്നതാണ് ഓപ്ഷണൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയാം, ദ ഗ്രോയിങ് ബയോടെക്നോളജി ഫീൽഡ് ഇൻ സെർച്ചിങ് ഫോർ ദ ക്യൂർ ഓഫ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് എയ്ഡ്സ്. അതായത് ഇപ്പം നമുക്കറിയാം ക്യാൻസറിനും എയ്ഡ്സിനും എല്ലാം പ്രകൃതിയിലെ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിലറിയാം. പക്ഷേ ഫ്യൂച്ചറിലായിരിക്കും അതിനെ കുറേയും കൂടെ സയൻറ്റിഫിക് റിസർച്ചൊക്കെ ചെയ്ത് ഫ്യൂച്ചറിലായിരിക്കും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിനെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഓപ്ഷണൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലാണ്. സെക്കൻഡ് എക്സാമ്പിളായിട്ട് പറയാം, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് അവർ കൺട്രി. അതായത് ഔഷധ സസ്യങ്ങൾ, കുറ്റിച്ചെടികളും അവയെല്ലാം നമ്മുടെ കൺട്രിക്ക് എക്കണോമിക് ബെനിഫിറ്റ് വളരെയധികം കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇതിലേറെ കൊടുക്കും. അപ്പോൾ ആ മൂല്യങ്ങളെല്ലാം ഓപ്ഷണൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തേർഡ് വൺ, എക്സിസ്റ്റൻസ് വാല്യൂ. This is the value gained from continuous knowledge of existence. Also, this is the value that people are willing to pay to keep a species. അതായത് കണ്ടിന്യൂസ് നോളജ്, കുറേ നാളത്തെ നോളജ് മൂലം, നിലനിൽപ്പിൻ്റെ നോളജ് മൂലം കിട്ടുന്ന അറിവിനെ പറയുന്നതാണ് എക്സിസ്റ്റൻസ് വാല്യൂ. ആ പേരിൽ തന്നെയുണ്ട്, കുറേ നാളത്തെ നിലനിൽപ്പിൽ നിന്ന് കിട്ടുന്ന, കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽപ്പിൽ നിന്ന് കിട്ടുന്ന നോളജിലാണ് എക്സിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. Examples of this are amounts being spent for animals like pandas, whales, lions, etc. അതായത് എക്സിസ്റ്റൻസ് ബയോഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം എമൗണ്ട് പാണ്ട, ആ മൃഗത്തിന് വേണ്ടിയും നീലത്തിമിംഗലത്തിന് വേണ്ടിയും സിംഹങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചിലവഴിച്ചിട്ടുണ്ട്. ആ എമൗണ്ടിനെ എല്ലാം എക്സിസ്റ്റൻസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലാണ് ഉൾപ്പെടുത്തുന്നത്. എക്സിസ്റ്റൻസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ സെക്കൻഡ് പോയിന്റാണ്, അവർ റിച്ച് ഹെറിറ്റേജ് ടീച്ചേഴ്സ് അസ് ടു വർഷിപ്പ് പ്ലാന്റ്സ്, ആനിമൽസ്, റിവേഴ്സ്, മൗണ്ടെയ്ൻസ്. അതായത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പണ്ട് മുതലുള്ള പാരമ്പര്യം, ആ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സസ്യങ്ങളെയും ജന്തുക്കളെയും പുഴകളെയും പർവ്വതങ്ങളെയും എല്ലാം നന്നായി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവയുടെ ഉത്ഭവം, എവിടെ അവസാനിക്കുന്നു, എത്ര വർഷത്തെ ഇതുണ്ട്, നീളമുണ്ട്, വീതിയുണ്ടെന്നുള്ള കാര്യമെല്ലാം നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട്.
That is, examples being the Ganga river, trees like banyan tree and plants like bamboo, tulsi, etc. ഇവയെ പറ്റിയെല്ലാം നമ്മൾ പരമ്പരാഗതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഫോർത്ത് വൺ, ഇൻഫർമേഷൻ വാല്യൂ. ഇൻഫർമേഷൻ വാല്യൂ മീൻസ് ദിസ് റിലേറ്റ് ടു ദ എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് അസ്തെറ്റിക് ടൂറിസം വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിലുള്ള ടൂറിസം വാല്യൂ, സയൻറ്റിഫിക് വാല്യൂ ഓർ എഡ്യൂക്കേഷണൽ വാല്യൂ ആൻഡ് അസ്തെറ്റിക് വാല്യൂ. അസ്തെറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചുള്ളത്, ഓരോരുത്തരുടെ വിനോദത്തിനനുസരിച്ചുള്ള വാല്യൂസ്, അവയെല്ലാം ഉൾപ്പെടുത്തുന്നത് ഇൻഫർമേഷൻ വാല്യൂവിലായിരിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, അസ്തെറ്റിക് വാല്യൂസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻസ്പയർ അസ് ടു പ്രൂവ് ബയോഡൈവേഴ്സിറ്റി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസ്തെറ്റിക് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് എക്കോ ടൂറിസം. അതായത് ഭംഗിയുള്ള സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം നമ്മളെ പ്രകൃതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അതിനെ പറയുന്നതാണ് എക്കോ ടൂറിസം. എക്സാമ്പിളായിട്ട് പറയാം, പീപ്പിൾ ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ് സ്പെൻഡ് ടൈം ആൻഡ് മണി ടു വിസിറ്റ് ഏരിയാസ് where they can enjoy aesthetic value of biodiversity. This is called eco tourism. ദൂരെയുള്ള ജനങ്ങൾ പോലും, ദൂരെയുള്ള സ്ഥലങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് അങ്ങകലെ ദൂരെയുള്ള പ്രദേശത്തേക്ക് അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ സസ്യങ്ങളെയും മൃഗങ്ങളെയും ആസ്വദിക്കാൻ വേണ്ടി അവരുടെ സമയവും പൈസയും മണിയും ചിലവാക്കുന്നുണ്ട്. അതിനെ പറയുന്നതാണ് എക്കോ ടൂറിസം. എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ദൂരെയുള്ള പ്രദേശത്തേക്ക് ആ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെ ജനങ്ങൾ അവരുടെ സമയവും അതുപോലെ തന്നെ മണിയും ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അവയെ പറയുന്നതാണ് എക്കോ ടൂറിസം എന്ന്. ഈ എക്കോ ടൂറിസം വരുന്നത് അസ്തെറ്റിക് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലായിരിക്കും. അതുപോലെ തന്നെ ദ പ്ലസൻറ്റ് മ്യൂസിക് ഓഫ് വൈൽഡ് ആനിമൽസ്, ബ്യൂട്ടിഫുള്ളി കളേർഡ് ബട്ടർഫ്ലൈസ്, കളേർഡ് പീകോക്സ് ആൻഡ് കളർ ഓഫ് ഫ്ലവേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദർ അസ്തെറ്റിക് വാല്യൂ. എന്തൊക്കെയായിരിക്കും അവർക്ക് ഇഷ്ടം? എക്കോ ടൂറിസം അല്ലെങ്കിൽ അസ്തെറ്റിക് വാല്യൂ ആസ്വദിക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടം വൈൽഡ് ബേഡ്സിൻ്റെ മ്യൂസിക്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ കളർ, മയിലുകളുടെ കളർ, ചില പൂക്കളുടെ കളർ, അവയൊക്കെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ പറയുന്നതാണ് അസ്തെറ്റിക് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നത്. ഇനി ഒരു എക്കോ ടൂറിസത്തിന് എക്സാമ്പിളാണ് കൊല്ലത്തൊരു തെന്മല ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസാണ്. ഡയറക്റ്റ് വാല്യൂ ഉണ്ട്, ഇൻഡയറക്റ്റ് വാല്യൂ ഉണ്ട്.